ഞാനിന്നിവിടെ ഒരു ഭാവനയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. എൻ്റെ ഭാവനയുടെ പേര് അയ്യോ കർത്താവേ അങ്ങ് ഇത്ര പെട്ടെന്ന് വന്നു. എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ജോയി ചാൻ കാത് കൂർപ്പിച്ചു. അയ്യോ, അതിന് കാഹളനാദത്തിന്റെ ശബ്ദമല്ലേ? അതെ, ഇത് കർത്താവിന്റെ രണ്ടാം വരവ് തന്നെ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് കഴിഞ്ഞ ആഴ്ചയിലും ദേവദാസൻ പ്രസംഗിച്ചതാ. ആമേൻ കർത്താവെ വേഗം വരണേന്ന് എല്ലാവരും സാധാരണ പറയാറുള്ളത് പോലെ ഞാനും പറഞ്ഞെങ്കിലും അത് ഇത്ര വേഗത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. 2 മക്കളുടെയും പഠിത്തമൊക്കെ കഴിഞ്ഞ് അവർ ജോലിക്കൊക്കെ കയറി ഒന്ന് സെറ്റിലായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി വേണം എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാനെന്ന് ചിന്തിച്ചിരിക്കുമായിരുന്നു. അത് മാത്രമോ, കഷ്ടപ്പെട്ട് എക്സ്ട്രാ ഷിഫ്റ്റ് എടുത്ത് ഒരു വീട് വാങ്ങി. അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ എങ്ങനെയൊക്കെയോ സെറ്റാക്കി. ഇനിയിപ്പോൾ സമ്മറല്ലേ, പുറത്തുള്ള ഗാർഡനൊക്കെ ഒന്ന് നല്ല രീതിയിൽ ചെടിയൊക്കെ വെച്ച് ചെയ്യണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. അതെല്ലാം പോട്ടെ, കഴിഞ്ഞ മാസം വാങ്ങിയ BMW കാർ ഡയറക്റ്റ് ഷോറൂമിൽ കയറ്റി ഒന്ന് മോഡിഫൈ ചെയ്ത് എനിക്ക് പുറത്തിറക്കിയതായിരുന്നു. അതൊന്ന് ഓടിച്ച് കൊതി പോലും തീർന്നിട്ടില്ല. അപ്പോഴാണ് ഈ കർത്താവിന് വരാൻ കണ്ട സമയം. ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി കർത്താവെ. അല്ലെങ്കിലും കർത്താവ് ഇങ്ങനെയാ, കഷ്ടപ്പാടിലും കടഭാരത്തിലും കിടന്നുറങ്ങിയ സമയത്ത് ആമേൻ കർത്താവെ വേഗം വരണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോഴും വരാത്ത കർത്താവ് എല്ലാം ഒന്ന് അനുഭവിച്ചു തുടങ്ങിയപ്പോഴേക്കും ഇത്ര പെട്ടെന്ന് വന്നേക്കുന്നു. ഇങ്ങനെ എന്നോട് ചെയ്യണ്ടായിരുന്നു കർത്താവെ, ജോയിച്ചാൻ മനസ്സിൽ മന്ത്രിച്ചു. അതല്ല, കർത്താവിന്റെ വരവെങ്കിൽ ഞൊടിയിടയിൽ എടുക്കപ്പെടുമെന്നാണല്ലോ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇത്രയും നേരമായിട്ടും എനിക്കൊരു രൂപാന്തരവും സംഭവിക്കുന്നില്ലല്ലോ. ഇനി ഞാനെങ്ങാനും കൈവിടപ്പെട്ട് പോയോ ദൈവമേ? എന്തൊക്കെയാണെങ്കിലും എൻ്റെ ജീവിതത്തിലുമില്ലേ ചില പാപങ്ങൾ. പല സഭായോഗങ്ങളും ഞാൻ ഡ്യൂട്ടി കാരണം മുടക്കിയിട്ടുണ്ട്. പിന്നെ വീട്ടിലെ സന്ധ്യാപ്രാർത്ഥനയും ഇപ്പോൾ ഉഴപ്പാം. ആത്മീകമായി മൊത്തത്തിലൊരു മന്ദതയാണ്. അതൊക്കെയാണോ ഇനി കാരണം? എന്തായാലും പാസ്റ്ററിനെ ഒന്ന് വിളിച്ചു നോക്കാം. അയ്യോ, എല്ലാ ദിവസവും ചർച്ചിന്റെ ഗ്രൂപ്പിൽ പാസ്റ്ററിന്റെ ഒരു വാക്യം കാണുന്നതാണല്ലോ. ഇന്ന് അതും കണ്ടില്ല. അപ്പോൾ പാസ്റ്റർ എടുക്കപ്പെട്ട് കാണും. ഇനി എൻ്റെ വെയിറ്റ് എങ്ങാനും കൂടിയതാണോ മുകളിലേക്ക് പോകാൻ താമസം? ഡയറ്റ്, ഷുഗർ കട്ട്, ജിം ഇതൊക്കെ പ്ലാനിലുണ്ടായിരുന്നു. പക്ഷെ ഒന്നും അങ്ങോട്ട് നടന്നില്ല. ഇത്രയും നാളും സത്യക്രിസ്ത്യനായി ജീവിച്ചിട്ട് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാതെ ഞാൻ ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും മുകളിലേക്ക് പോയേ പറ്റൂ, അല്ലെങ്കിൽ ഉടനെ ഉപദ്രവകാലം തുടങ്ങും. ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ മുകളിലേക്ക് പെട്ടെന്ന് എത്താം. ഒറ്റ കുതിപ്പിന് മുകളിലെത്തണം. ഡും! അയ്യോ, ഓടി വരണേ. അച്ചായ, ഇതെന്ത് പറ്റി? ഇടി റോസി, അപ്പൊ നീ ഒന്നും പോയില്ലേ? എവിടേക്കാ അച്ചായ? അപ്പൊ കർത്താവ് വന്ന കാര്യമൊന്നും നീ അറിഞ്ഞില്ലേ? കർത്താവ് വന്നെന്നോ? അച്ചായൻ എന്താ ഈ വെളുപ്പം കാലത്ത് പിച്ചും പെയ്യും പറയുന്നത്? കട്ടിലിൽ കിടന്ന മനുഷ്യനെങ്ങനെയാ താഴെ കിട്ടിയത്? ഇടിയേ, കർത്താവ് വന്ന കാഹളനാദം കേട്ട് മുകളിലേക്ക് ഞാനൊന്ന് പോകാൻ ആഞ്ഞു പിടിച്ചതാ. ദാ ഇപ്പൊ താഴെ കിടക്കുന്നു. എന്റെ പൊന്നച്ചായ, അത് കാഹളനാദം ഒന്നുമല്ല. നമ്മുടെ എഡിൻബറോ എയർപോർട്ട് ഇവിടെ അടുത്തല്ലേ, ഒരു ഫ്ലൈറ്റ് താഴെ പറന്നു പോയതാ. അതിന്റെ ശബ്ദമാണ് കേട്ടത്. അയ്യോ, അതായിരുന്നു? സത്യമാണ് നീ പറയുന്നത്? അതെ, സത്യമാണ് ഞാൻ പറയുന്നത്. എന്റെ കർത്താവേ, ഒരവസരം കൂടെ തന്നതിന് നന്ദി. ഞാൻ എൻ്റെ തെറ്റിനെ കുറിച്ച് ഓർത്ത് അനുദപിച്ച് ഇനി മുതൽ കർത്താവിനായി ജീവിക്കും. പ്രിയ സ്നേഹിതരെ, ഈ കഥാപാത്രം നമ്മളെ ഓരോരുത്തരും അല്ലേ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഞാൻ ഉൾപ്പെടെ പലരും ഈ ലോകത്തിന്റെ പല കാര്യങ്ങളിലും സുഖ സൗകര്യങ്ങളും ഒക്കെ നമ്മൾ ഇടപെട്ടിട്ട് നമ്മൾ കർത്താവിൽ നിന്ന് അകന്നു പോകുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. കർത്താവിന്റെ വരവിനായിട്ട്